റെഡി 1 2 3 4. ചക്രമാവിന്റെ കൊമ്പ് കുലുക്കാതെന്ന് പറയുമ്പോ ഇങ്ങനെയിട്ട് കാണിക്കുവാണ് ചെയ്യേണ്ടത്. ചക്രമാവിന്റെ കൊമ്പ് കുലുക്കാന്ന് പറയുമ്പോ ഇങ്ങനെയിട്ട് കുലുക്കണം. എന്റെ മാഷ ആ പാട്ടിനകത്ത് കവി പറഞ്ഞേക്കുന്ന കുലുക്കാതെ എന്നാണ്. എന്റെടാ കവി ഉദ്ദേശിക്കുന്നത് അതല്ല. നീയൊക്കെ ഇങ്ങനെ ഇരുന്ന് കുലുക്കിക്കൊണ്ടിരിക്കുമ്പോ അത് കണ്ടിട്ട് കവി അവിടെ നിന്ന് പറയുന്നതാണ് അത് കുലുക്കാതെ കുലുക്കാതെ അതിന്റെ മാങ്ങ മുഴുവൻ പൊഴിഞ്ഞ് താഴെ വീഴുമെന്ന്. അതാണ് പണ്ടത്തെ ഡാൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെ ഇല്ല. 2025 കാലഘട്ടമല്ല അവിടുന്ന്. ഇപ്പൊ നമ്മുടെ സാഹചര്യം അനുസരിച്ച് വേണം നമുക്ക് ഡാൻസ് പഠിക്കാൻ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വന്നത്. നല്ല കാര്യം. എനിക്ക് ഈ ടൂർ പോകുമ്പോൾ ഡാൻസ് കളിക്കാൻ പഠിക്കണം. അവിടൊക്കെ പോകുമ്പോ ഡാൻസ് പഠിക്കണോ? അല്ല ടൂർ പോകുമ്പോ കളിക്കാൻ വേണ്ടിയാണ് ഈ 4 കാലും പറിച്ചിട്ട് നീ ഡാൻസ് കളിച്ചത്. ഇവിടെ കാല് ഉപയോഗിക്കരുത്. ഇല്ല. പിന്നെ നമ്മൾ ബസ്സിനകത്ത് ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും ഈ കാല് പറിച്ചിട്ട് ആടുമ്പോഴത്തേക്കും ടൂർ നമ്മൾ പുറത്തു പോകും. പിന്നെ നമുക്ക് കാല് വേണ്ട. കാല് ശരിയായിട്ട് നിർത്തണം. നമുക്ക് 3 അവയവങ്ങൾ മാത്രം മതി. നമുക്ക് ഇടുപ്പ്, കയ്യ്, തല. അല്ല കയ്യ് തല ഓക്കെ. ഇടുപ്പെന്തിനാണ്? എടാ ഇടുപ്പിനാണ് ബലം ഇരിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഒരു കമ്പിയോ സീറ്റോ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചാരി ചെന്നങ്ങ് നിൽക്കണം. നിന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വേണ്ട ഡാൻസ് കളിക്കാൻ. എങ്ങനെയാണെന്നറിയാം? തെമ്മ തെമ്മ തെമ്മാടിക്കാറ്റേ ചക്കരമാവിന്റെ കൊമ്പ് കുലുക്കാതെ. നിന്റെ ആ കൊമ്പ് കുലുക്ക് ഫ്രണ്ട് ഇരിക്കുന്ന പെങ്കൊച്ചങ്ങാനും കണ്ടിട്ട് നിന്റെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ കല്യാണം കഴിച്ച് പിള്ളേരും ഒക്കെ ആയിട്ട് നിങ്ങൾ പിന്നെ കുടുംബമായിട്ട് ടൂറിന് പോകാലോ. രാശേത് എവിടെ കയറി പോണു? അതാ പറയാ നമുക്ക് സാഹചര്യത്തിനനുസരിച്ചുള്ള പാട്ട് പഠിച്ചാൽ മാത്രം മതി. ഇപ്പോഴത്തെ ട്രെൻഡ് അതല്ലല്ലോ. ട്രെൻഡ് അതല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് റീൽസിലൊക്കെ ആശാൻ കണ്ടിരിക്കും. അയ്യോ അത് എല്ലാ പാട്ടിനും അത് പറ്റത്തില്ല. എല്ലാ പാട്ടിന്റെ വരികളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആക്ഷൻ കാണിക്കുന്നുണ്ട്. അത് എല്ലാ പാട്ടിനും നടക്കുന്ന കേസ് കെട്ടല്ല. എല്ലാ പാട്ടിനും നടക്കും. ഞാൻ ഒരിക്കലും നടക്കുന്ന കേസ് കെട്ടല്ല. ഞാൻ കാണിച്ചു തരാം. മറ്റേ മോഹൻലാലിന്റെ ത്രയംബകം എടാ അത് ചില പാട്ടുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എല്ലാ പാട്ടിനും നടക്കുകയല്ല. എല്ലാ പാട്ടിനും നടക്കും. ആശാൻ പാടി. ഞാൻ ഒരു പാട്ട് പാടിത്തരാം. നീ വേണമെന്ന് കളിക്കാൻ പറ്റും. ഞാൻ കളിക്കാൻ സാമ്പാവാരോ സാമ്പാവാരോ സാട്ടെ പോക്കോട്ടെ സാമ്പാവാരോ സാട്ടെ പോട്ടോക്കോ കളിച്ചേ. ഈ സാമ്പാർ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്റെ ആശാൻ ഈ ഒഡീസിയ പാട്ട് പാടിയിട്ട് എന്നെ ഉടായിപ്പിക്കാൻ വരല്ലേ? അതാ പറഞ്ഞ എല്ലാ പാട്ടിനും ഡാൻസ് കളിക്കാൻ പറ്റത്തില്ലെന്ന്. അത് ഓക്കെ. ഞാനിപ്പോ നാട്ടില് അറിയപ്പെടുന്ന ഒരു കിടലുമാണ്. എനിക്കറിയാലോ. അപ്പൊ അവിടുത്തെ ഉത്സവം ഉണ്ട്. പ്രാവശ്യം ഉത്സവത്തിന് ഗാനമേളയുണ്ട്. ആ ഗാനമേള ഇടയ്ക്ക് എനിക്കൊന്ന് കളിച്ച് വൈറലാവാൻ പറ്റിയ ഒരു ഡാൻസ് പഠിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മേക്കപ്പും വേണ്ട, കോസ്റ്റ്യൂമും വേണ്ട. അയ്യോ നമ്മൾ ഓൺ കോസ്റ്റ്യൂം വേണം. അത് തുടക്കത്തിലേ ഉള്ള ഓൺ കോസ്റ്റ്യൂം. പിന്നെ കോസ്റ്റ്യൂമേ കാണത്തില്ല. പാട്ടിനനുസരിച്ചല്ലേ നമ്മൾ ഡാൻസ് കളിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിയാണ്. നമ്മൾ പാട്ടിനനുസരിച്ച് കളിക്കണം. നമുക്ക് പ്രോപ്പർട്ടി വേണം. ഉദാഹരണത്തിന് ഒരു ഹിന്ദി പാട്ടാണ് അവർ പാടുന്നത് വെച്ചോ. ഞാൻ പാടി കേൾപ്പിച്ചു. പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ ചുറ്റിനും നോക്കുമ്പോ കേട്ടാ ഓരണ്ട ഈ ഓല എടുത്തിട്ട് ആ പാട്ട് പാടുമ്പോഴത്തേക്കിനും ഇത് പിടിച്ചേ. അപ്പൊ ജബ്ബി കൊല്ലടിക്കും മേരാ ദിൽ ദീവാന പോലെ ഓലെ ഓലെ ഇതിനോട് എനിക്ക് മറ്റേ ഗ്ലാസ് അടി കൂടെ പഠിക്കണം. ഗ്ലാസ് അടി വരുവാടാ. നമ്മളിങ്ങനെ ഓലെ പോലെ കളിച്ച് ചെല്ലുമ്പോഴത്തേക്കിന് നമ്മളെ ശ്രദ്ധിച്ചോണ്ട് രണ്ടുപേരും തൊപ്പിയും വെച്ചോണ്ട് അവിടെ നിൽപ്പുണ്ടായിരിക്കും. പോലീസുകാരും. അപ്പോഴത്തെ നീ ഓല താഴോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ജബ്ബി കൊല്ലടിക്കും മേരാ ദിൽ ദീവാന പോലെ ഓലെ 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 ഓലെ. ഈ ക്ലാസ്സിൽ കൂടെ പോകുമ്പോ എനിക്ക് 3 വാക്ക് കൂടെ വേണം. അതിന്റെ കൂടെ ആദ്യം നീ ഇരുട്ടുവാക്ക് തപ്പി എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കണം. അല്ലെങ്കിൽ അവന്മാർ ഇടിച്ച് ഇതിന്റെ പിരുത്തുകളെ ഞാൻ പറഞ്ഞാൽ സമയമില്ല അവിടെ. ആശാനെ ഈ പുഴുവടി ജലുസിലാണ് നല്ലത്. ക്രിമികടി നോക്കുമ്പോഴാണല്ലോ ഈ പുഴുവടി തുടങ്ങുന്നത്. അത് മനസ്സിലായില്ല. പുഴുവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് പഠിപ്പിക്കുന്നേ ഇല്ല. ഞാനല്ല അത് പഠിപ്പിക്കുന്നത്. എന്റെ കൊച്ചച്ഛൻ പുഴുവടിയുടെ ഉസ്താദായിരുന്നു. അത് കാരണം പുള്ളിക്കാരുണ്ടെന്ന് ചോദിച്ചപ്പോ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലെ പൈപ്പിന്റെ പണിയാരനായിരുന്നു. അങ്ങനെ ബംഗാളികളുമായിട്ട് അവിടെ പണിതുകൊണ്ടിരുന്ന സമയത്ത് ബംഗാളികൾ പിരികേറ്റിട്ട് പറഞ്ഞു കൊച്ചച്ഛന്റെ പുഴുവടി എന്ന് കാണണമെന്ന് പറഞ്ഞു. കൊച്ചച്ഛൻ അങ്ങോട്ട് അവിടെ നിലത്ത് കിടന്ന ഒരു പുഴുവടിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം പൈപ്പിനകത്ത് കയറി പോടാ. എന്റെ പൊന്നിടാവേ ബംഗാളികൾ പഠിച്ച പണി 18 നോക്കിയിട്ട് കൊച്ചച്ഛനെ പൈപ്പിനകത്ത് ഊരാൻ പറ്റിയില്ല. അവസാനം പിന്നെ നമ്മൾ ഇടുക്കി ഡാമിലോട്ട് വിളിച്ചു പറഞ്ഞു. അവിടുന്ന് അവര് ഷട്ടർ തുറന്നു വിട്ടു. വെള്ളം എങ്ങോട്ട് വന്നു കൊച്ചച്ഛനോട് ഒറ്റ പോക്കാൻ. ഇപ്പൊ നെയ്യാറ്റിങ്ങരയിലെ സുമതിയമ്മയുടെ കൊടുത്ത് കഴിയുകയാണെന്ന് പറയുന്നത് കേട്ട്. 2 വർഷമായി പോയിട്ട് 3 പിള്ളേരും ഉണ്ട്. അതെങ്ങനെ 2 വർഷം ആകുമ്പോ 3 പിള്ളേരാവുന്നത്? ഒരെണ്ണം ഓഫറായിരുന്നു. എനിക്കെന്ന് പറഞ്ഞ കണ്ടംപററി
കണ്ടംപററി. ഇപ്പഴാ വ്യക്തമായത്, തെറ്റിദ്ധരിച്ചു. പക്ഷെ എനിക്ക് കണ്ടംപററി പഠിക്കണമെന്നുണ്ട്. എടാ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരത്തെ ആശാനോട് കളിച്ച എന്റെ പുറം മൊത്തം ഒന്നാമത് വേദന എടുത്തിരിക്കുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. നീ എന്തായാലും ഉത്സവപ്പറമ്പുകളിൽ പോയി ഡാൻസ് കളിക്കാൻ പോകുന്നല്ലേ അവിടുന്ന്. ഡാൻസ് കളിച്ച് നീ വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോ നിന്റെ ശരീരത്തിന് ഒരു പിടിച്ചാ പോകാത്തൊരു വേദന വരും. കാരണം അവിടുന്ന് ഇപ്പൊ ഞാൻ കണ്ടംപററിയുടെ മ്യൂസിക് ഇട്ട് കൊടുക്കാം. മ്യൂസിക് ഒന്ന് ഇട്ട് കൊടുത്തരാ. രാവിലെ ഒന്ന് എണീക്കണോ? എണീക്കണം. ശരി ശരി. കേടാ കേടാ. ആ ആ അടേ ആ ആ ആ അടാ കേടാ. ആ ആ അതെ 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 കേടാ കേടാ. ഓ അയ്യ കേടാ കേടാ. എന്താ ഇത്രേ ഉള്ളൂ. ഇതാണ് കണ്ടംപററി. എടാ അവന്മാരൊക്കെ ഡെയിലി ഡാൻസ് കളിക്കുന്നല്ലേ, ശരീരവേദന കൊണ്ട് പൊളയുന്നത് അവന്മാര് ചെയ്യി കടന്നുകൊണ്ട്. എനിക്ക് സംഭവം ഉണ്ടല്ലോ, ഡാൻസ് അല്ല പ്രധാനം, എനിക്ക് ഈ വയറൊക്കെ ഒന്ന് കുറയ്ക്കണം. അതിനുള്ള കുറച്ചാൽ മതി, ഭക്ഷണം കുറച്ചാൽ മതി. അതല്ലേ വയറ് കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞു. വയറ് കുറക്കാൻ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പിന്നെ എടാ വല്ല ജിമ്മിൽ പോയാ പോരാ, വയറ് കുറയത്തില്ലേ? അല്ല എന്റെ വീടിനടുത്ത് ഒരു ജിം ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ പോവില്ല. അതിനെ പോകാത്ത എന്റെ ആശാൻ അവിടെ പോകണമെങ്കിൽ 5 പടി കയറണമെന്ന് 2ാമത്തെ നിലയിലാ കൊണ്ടുവച്ചേത്. എവിടെ അടുത്തൊരു ജിം എടുത്ത് നോക്കും, താഴെ ഒരൊറ്റ ജിമ്മും കാണത്തില്ല, എല്ലാം 2ാമത്തെ നിലയിലായിരിക്കും. അതെന്താ 2ാമത്തെ നില കൊണ്ട് വെക്കുന്നത്? എടാ ഈ 2ാമത്തെ നിലയിൽ വെക്കുന്നതിന് കാര്യമുണ്ട്. ഈ 5 പടിയെങ്കിലും കയറി ചെല്ലാത്തവനൊന്നും അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് അമ്മ മേളിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. അതാ പറഞ്ഞത്. നീ യെസ് കമേൻ. ആരാ കാര്യം പറ. ഡാൻസ് പഠിക്കാൻ വന്നവള അടികൊണ്ട് മാഷെന്ന് ചുരുളും അളിയാ. എങ്ങനെ ചെബക്കന്നെ മടിക്കുന്ന പൊളിക്കും ഇവള്. വേണ്ട ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ കളി തുടങ്ങി. ആകപ്പാട് 8 മിനിറ്റ് ഉള്ളേ മാഷ. അതുകൊണ്ടാ ചോദിച്ചത് നീ ആരാ? ഞാൻ ഉമ്മ മഹേശ്വരി. എന്നെ വീട്ടിലെ സ്നേഹത്തോടെ എല്ലാവരും ശ്രാവണ സുന്ദരി എന്ന് വിളിക്കും. വീട്ടിലെല്ലാരും ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? അതെന്താ മാസ്റ്റർ അങ്ങനെ പറഞ്ഞത്? ശ്രാവണ സുന്ദരി തുടർച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കു ഊരിക എല്ലാരും ചത്തു. അതുകൊണ്ട് ചോദിച്ചത്. ആ സുന്ദരി വന്ന കാര്യം പറ. സുന്ദരി അല്ല, ശ്രാവണ സുന്ദരി. എന്റെ പൊന്നുമോളെ, ഞാൻ കല്യാണം കഴിച്ച് 3 പിള്ളേരും ഉള്ളത്. ഈ ശ്രാവണ സുന്ദരി എന്ന് പറഞ്ഞ നാക്കു ഊരിക ചാകാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. നീ വന്ന കാര്യം പറ കൊച്ചെ. അവിടുന്ന് മാസ്റ്റർ, ഞങ്ങൾ ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടാൻ വേണ്ടിട്ട് 22,000 പേരെ അണിനിർത്തി ഞങ്ങളൊരു കുച്ചിപ്പടി മാമാങ്കം നടത്താൻ പോകുന്നു. അടിപൊളി. പക്ഷേ നേരത്തെ പറഞ്ഞ പാട്ടിന് മാത്രമല്ല സ്റ്റെപ്പ് ഉള്ളത്, ഡയലോഗിന് സ്റ്റെപ്പ് ഉണ്ട്. കണ്ടാ ഇപ്പഴാ മനസ്സിലായത്. സത്യത്തിൽ ഈ സംഭവം ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം ഞാൻ നടത്താനിരുന്നതല്ലേ. പിന്നെ മാഷത്ത് നടത്താത്തത്? എന്റെ പൊന്നടാവ, ഈ 22,000 പേർക്കുള്ള പാത്രം ഞാൻ എവിടെ ചെന്ന് ഒപ്പിക്കാനാ? ഓ മാസ്റ്റർ, സോ സാഡ്. മാസ്റ്റർ, 22,000 പേര് നമ്മൾ വിളിച്ചു വരുത്തുമ്പോ അവരെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞാ പോരെ? അയ്യോ, എന്റെ ഗിന്നസ് ബുക്ക് റെക്കോർഡ് പോയേ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത വർഷം ഞാൻ വേറൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. വലിയ 2ാമതിനകത്ത് 3,000 പേരെ ഡാൻസ് കളിപ്പിച്ച് ഗിന്നസ് ബുക്ക് റെക്കോർഡ് എടുക്കാൻ ഞാൻ. ഈ കളി കാണാൻ വേണ്ടി ഒരുപാട് സെലിബ്രിറ്റീസുകൾ അവിടെ വരും. അവരിരിക്കുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, നല്ല പൊക്കത്തിലായിരിക്കും. അപ്പൊ അവരിയ്ക്കുമ്പോ അതിന്റെ വിളുമ്പൊക്കെ അറിയാൻ വേണ്ടിട്ട് ഒരു റിബണെങ്കിലും അത്യാവശ്യം ഒന്ന് കെട്ടി തിരിച്ചിരിക്കണം. അത് ചെയ്യാം. പോരാഞ്ഞിട്ട് അബദ്ധവശാൽ ഇവരെങ്ങാനും തട്ടിത്തടഞ്ഞ് താഴെ വീണാൽ അപകടം പറ്റാതിരിക്കാൻ വേണ്ടി ഓരോ സേഫ്റ്റി ബെഡും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. ബെൽറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് സേഫ്റ്റി ബെഡ് ഇടുന്നത്? ബെൽറ്റിനൊക്കെ ഗ്യാരണ്ടി ഇല്ലല്ലോ. അപ്പൊ ചിലപ്പം പൊട്ടിപ്പോയാലും താഴെ വീണ് അപകടം ഉണ്ടാവുന്നല്ലോ. അത്രയും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിന്നസ് ബുക്കിൽ കയറി പറ്റാം. അപ്പൊ ഇത്രയൊക്കെ സെറ്റപ്പ് വേണമായിരുന്നല്ലേ? ഈ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലോ? ഇതൊന്നും ഇല്ലെങ്കിൽ കേസായി വഴക്കായി പിന്നെ നിങ്ങളൊരു 3-4-5 പേര് എങ്ങനെ പോലെ അങ്ങ് അകത്താവും. പോരാഞ്ഞിട്ട് പാത്രത്തിന്റെ കണക്ക്, വസ്ത്രത്തിന്റെ കണക്ക് എല്ലാം കൂടെ ചേർന്ന് കോടികളുടെ ഒരു തട്ടിപ്പിന്റെ കേസും കൂടെ വരും. ഇതെല്ലാം പോട്ട് 10 വർഷത്തിന് മുമ്പ് പുഴുവടിച്ച് പൈപ്പിനകത്ത് കയറിപ്പോയി നിങ്ങൾ അപ്പൂപ്പന്റെ കേസില്ലേ, അത് വരെ കുത്തി പൊക്കും. അമ്പടോ അങ്ങനെയൊക്കെ സംഭവിക്കുവോ? പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ അറിവിൽ ഈ സാഹചര്യത്തിൽ കളിക്കാൻ പറ്റിയ ഒരൊറ്റ ഡാൻസേ ഉള്ളൂ. അതെന്തുവാ? സൂംബ മ്യൂസിക്.